വയനാട്ടിൽ വീണ്ടും കാട്ടാനപ്പേടിയിൽ അമർന്നിരിക്കുകയാണ്. ഈ മേപ്പാടി മുണ്ടക്കൈ പരിസരത്തെ തേയിലത്തോട്ടത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ആനയെ തുരത്താനുള്ള നടപടികളിലേക്ക് കടന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും ഒരു ആനയുമായി ബന്ധപ്പെട്ട് വയനാട് ഭീതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇന്ന് ഉച്ചയോടെ തന്നെ മേപ്പാടി മുണ്ടക്കൈ പരിസരത്ത് തേയിലത്തോട്ടത്തിൽ മറ്റൊരു ആന എത്തിയത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു മേപ്പാടി മുണ്ടക്കൈ പരിസരത്ത് ഇത്തരത്തിലൊരു ആന എത്തിയത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, പുൽപ്പള്ളിയിൽ ഇന്ന് ഉച്ചയോടെ കടുവയും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 2 ദിവസം മുൻപ്, 2 ആഴ്ച മുമ്പ് സമാനമായ രീതിയിൽ ഈ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ആ മേഖലയിൽ കൂടുതലെല്ലാം സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടെ ആ കടുവ വീണ്ടും എത്തിയതായാണ് പുതിയ വിവരങ്ങൾ. എന്തായാലും ഈ ഒറ്റ ദിവസം തന്നെ ആനയും രണ്ട് കാട്ടാനയും ഒരു കടുവയും വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആശങ്കയിലാണ് ജനങ്ങൾ. പക്ഷേ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു മരണം തന്നെ സംഭവിച്ചിട്ടും ഇതിൽ വലിയ പുരോഗതിയൊന്നും കാണുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ശാശ്വതമായ പരിഹാരം കാണുന്നതിനെ കുറിച്ച് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അതിന് ഉദാഹരണമായിരുന്നു ഇന്ന് ഒറ്റ ദിവസം തന്നെ ഈ കാട്ടാനയ്ക്ക് പകരം, ഈ മോഴയാനയ്ക്ക് പകരം നിലവിൽ മേപ്പാടിയിൽ മറ്റൊരു കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം പുൽപ്പള്ളിയിൽ മറ്റൊരു കടുവയും ഇറങ്ങിയിരിക്കുന്നു. രോഹിണി.